മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. B10 കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏതാണ്ട് 10-14 വർഷക്കാലമായി ഗോവിന്ദച്ചാമി കഴിഞ്ഞിരുന്നത്. ഈ B10 എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള സെല്ലാണ്. ആ സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റോന്തിലുള്ള, അതായത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരിരിക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ നേരെ ഈ സെല്ലിനുള്ളിലേക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഗോവിന്ദച്ചാമി തന്നെ ആ സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതായത് 10-14 വർഷമായി ഒരേ സെല്ലിൽ തന്നെ കഴിയുന്നു, അതുകൊണ്ട് ആ സെല്ലൊന്ന് മാറ്റിത്തരണം എന്ന് ഗോവിന്ദച്ചാമി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായ വിവരമാണ്. അതനുസരിച്ചാണെങ്കിൽ അയാളെ C4 അയാളെ അവിടെ നിന്ന് മാറ്റി ഏതാണ്ട് 6 മാസം മുമ്പ്. ആ സെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നിന്ന് നോക്കിയാൽ ഈ റോന്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇയാളെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നില്ല. അതായത് അവിടെ ഇരുന്നു കൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് നോക്കിയാൽ B10 ഇയാളെ കാണാം, പക്ഷേ ഈ C4 കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് ഇയാൾ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയതാണ്. അതായത് കൃത്യമായി ജയിൽ ചാടാൻ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ മറ്റൊരു സെല്ലിലേക്ക് ചോദിച്ചു മാറുന്നത്. അതിനുശേഷം കഴിഞ്ഞ 28 ദിവസത്തോളം നീണ്ട ഒരു പ്ലാനിൻ്റെ ഒടുവിലാണ് ഇയാൾ ജയിൽ ചാടാൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ ഒരു കമ്പി അറുത്ത് മാറ്റി അതിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ എവിടെയും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠയില്ല. അതായത് അവിടെ നിന്ന് ജയിൽ ചാടുന്ന സമയത്ത് ആരെങ്കിലും തന്നെ പിടിക്കുമെന്നോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഉത്കണ്ഠ അയാൾക്ക് അതുമായി ബന്ധപ്പെട്ടില്ല. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച്, അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ഒക്കെ കഴിഞ്ഞ 10-14 വർഷത്തിനിടയിൽ വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയാമായിരുന്നു ഗോവിന്ദച്ചാമിക്ക്. മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മതിൽ ചാടാൻ ഉപയോഗിച്ച ഇതിൻ്റെ മതിലിൻ്റെ തൊട്ട് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. അതായത് വൈദ്യുതി വേലി കെട്ടിയിട്ടുണ്ട്. ആ വൈദ്യുതി വേലിയിലൂടെ കഴിഞ്ഞ 5-6 മാസക്കാലമായി വൈദ്യുതി കടന്നു പോകുന്നില്ല. അതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഒരു സംശയം മാത്രമാണ്, അത് വൈദ്യുതി വകുപ്പിന് അതിൻ്റെ തുക അടച്ചിട്ടില്ല എന്നൊരു സംശയം പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്ന്, ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ കാലമായി ഇതുവഴിയുള്ള വൈദ്യുതി കടന്നു പോകുന്നത് അതിൻ്റെ പണി നടക്കുകയാണ്, അത് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 ഇലക്ട്രീഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. മറ്റൊരു വേക്കൻസി കഴിഞ്ഞ കുറേ കാലമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴും പക്ഷേ ആ വേക്കൻസി ഫില്ല് ചെയ്തിട്ടില്ല. ഒരൊറ്റ ഇലക്ട്രീഷ്യനെ വെച്ചാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പൂർണ്ണമായും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വൈദ്യുതി ലൈൻ ആ വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമവും കഴിഞ്ഞ 5-8 മാസമായി നടന്നിട്ടില്ല. മാത്രമല്ല, അതിന് തൊട്ടപ്പുറത്താണ്, ഏതാണ്ടൊരു 100-200 മീറ്റർ അപ്പുറത്താണ് കഴിഞ്ഞ മഴക്കാലത്ത് വലിയ മതിലിടിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ആ മതിൽ ഇപ്പോഴും പൂർണ്ണമായും ജോലി പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ പണി ഇപ്പോഴും നടക്കുകയാണ്. അതായത് ഇതൊക്കെ കൃത്യമായി അനുകൂലമായ സാഹചര്യമാണെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് ഗോവിന്ദച്ചാമി. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ 14 വർഷമായി ഒരേ ജയിലിൽ തന്നെ കഴിയുന്ന ഗോവിന്ദച്ചാമിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് വളരെ സാവധാനം, വളരെ സമയമെടുത്ത് ഒരു കമ്പി അറുത്തു മാറ്റി അവിടെ നിന്ന് അയാൾ പുറത്ത് കിടക്കുന്നു. അവിടെ നിന്ന് പുറത്ത് കിടന്ന് പുതപ്പടക്കമുള്ള സാധനങ്ങളുമായാണ് പുറത്ത് കിടക്കുന്നത്. ഇതിൽ 2 ഗേറ്റ് മതിലുണ്ട്. അതിൽ ആദ്യത്തെ മതിൽ കുറെ കൂടി ചെറുതാണ്. അതായത് ഈ B ബ്ലോക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ മതിലുണ്ട്. ആ മതിൽ അയാൾ ചാടിക്കടന്നത് വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന വീപ്പ് എടുത്ത് തിരിച്ചു വെച്ച് അതിന് മുകളിൽ കയറി ചവിട്ടി നിന്നിട്ടാണ് അയാൾ ആ മതിൽ ചാടിക്കിടക്കുന്നത്. അങ്ങനെ കടന്നത് 3:29 ആ ആദ്യത്തെ മതിൽ ചാടി അയാൾ പുറത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കുറേ മുമ്പ് പുറത്തുവിട്ടത്. അതിലൂടെ പോലും വളരെ ആയാസകരമായി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്കണ്ഠയുമില്ലാതെ വളരെ ആയാസത്തോടുകൂടി നടന്നു പോകുന്ന ഗോവിന്ദച്ചാമിയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷമാണ് ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള വലിയ ഗേറ്റിൻ്റെ താഴെ ഭാഗത്തായി വന്ന് അവിടെ നിന്ന് പുതപ്പും തൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റു ചില വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റും ഒക്കെ ഉപയോഗിച്ച് ഒരു വടം പോലെ കെട്ടി ഉണ്ടാക്കി അത് ഈ ഫെൻസിങ്ങിൻ്റെ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള അലുമിനിയം കമ്പിയുണ്ട്, അതിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് അതിൽ തൂങ്ങി അയാൾ മുകളിൽ കടക്കുന്നു. അവിടെ നിന്ന് മതിൽ ചാടി അപ്പുറത്ത് റോഡിലേക്ക് ചാടുന്നു. അവിടെ നിന്ന് വളരെ കൂളായി അയാൾ നടന്ന് കണ്ണൂർ നഗര ഭാഗത്തേക്ക് നടന്നു പോവുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ പുറത്ത് എന്തായാലും ഇയാളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഈ വിവരം അറിയുന്നത് ഏതാണ്ട് 6:30 മണിക്ക് ശേഷമാണ്. അതായത് 3:45 ഇയാൾ ജയിൽ ചാടിയിട്ടുണ്ടാവാം. അത് കഴിഞ്ഞാൽ ഏതാണ്ടൊരു 2.5 മണിക്കൂറിന് ശേഷമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഇയാൾ ജയിൽ ചാടിയിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത്.
എന്നിട്ട് 7:10-നാണ് ഈ വിവരം ജയിൽ അധികൃതർ പോലീസിന് കൈമാറുന്നത്. അതായത് നോക്കൂ, അതിനിടയിൽ ഏതാണ്ട് 2.5-3 മണിക്കൂർ നേരത്തെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ പുറത്തുനിന്ന് അയാൾക്ക് സഹായം കിട്ടിയിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനെ. പക്ഷേ അയാൾ അത് ചെയ്യാതെ വളരെ തന്ത്രപൂർവ്വം ഇവിടെ നിന്ന് നടന്ന് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് 1-2 ദിവസം ഒളിച്ചിരുന്നതിന് ശേഷം ഇതിന്റെ ബഹളങ്ങളൊക്കെ ആരവങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അയാളുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാണ് അയാൾ ഇവിടെ നിന്ന് നടന്ന് ഏതാണ്ടൊരു 2-2.5 കിലോമീറ്റർ അപ്പുറത്തെ AKG ആശുപത്രിയുടെ മുമ്പിലെത്തുന്നു. അവിടെ നിന്ന് കണ്ണൂർ DCC ഓഫീസിന് മുന്നിലൂടെയുള്ള വഴിയെ പോയാൽ നേരെ സ്റ്റേഡിയത്തിലേക്ക് എത്താം. അതായത് റെയിൽവേ സ്റ്റേഷന്റെ 3rd പ്ലാറ്റ്ഫോമിന്റെ ബാക്ക് സൈഡിലേക്ക് എത്താം. അങ്ങനെ നടന്നു പോകുന്ന വഴിയാണ് ഇയാളെ വളരെ കൃത്യമായ ആസൂത്രണം തന്നെ ഗോവിന്ദചാമി, ദിവസങ്ങൾ നീണ്ട ആസൂത്രണം തന്നെയാണ് ഈ ജയിൽ ചാട്ടത്തിനായി നടത്തിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. സുനിൽ ഐസക്കും സലാം മുഹമ്മദുമാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.